ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായി സമരം നടത്തിയ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. മൃതദേഹം ഓഫീസിനുള്ളിൽ കയറ്റിവെച്ച് പ്രതിഷേധിച്ച 7 പേർക്കാണ് HML കമ്പനി അധികൃതർ നോട്ടീസ് നൽകിയത്. ഈ മാസം 8-ാം തീയതിയാണ് കാട്ടാനയാക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമള മോഹൻ കൊല്ലപ്പെട്ടത്. രാവിലെ എസ്റ്റേറ്റിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഇവർ കാട്ടാനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെട്ടതും ആക്രമണത്തിന് ഇരയായതും. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. എസ്റ്റേറ്റിൽ നിന്ന് ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതിലും കാട്ടാനയുടെ സാന്നിധ്യം അറിയുന്നതിന് വാച്ചർമാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ച് മൃതദേഹവുമായി തൊഴിലാളികൾ എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചു. ഇതേ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി നാശനഷ്ടങ്ങളുണ്ടാക്കി, മറ്റു തൊഴിലാളികളെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു, സാമ്പത്തിക നഷ്ടം വരുത്തി തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്പനി നിർദ്ദേശം. തൊഴിലാളികളെ അവരുടെ ജീവനും സുരക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ കമ്പനിക്ക് വന്നിരിക്കുന്ന വലിയ വീഴ്ചയാണ്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ കമ്പനിയുടെ ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ 7ഓളം തൊഴിലാളികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. കമ്പനി ആ നോട്ടീസുകൾ പിൻവലിക്കുകയും ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ നിലപാട്. 16-ാം തീയതി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.